നമുക്ക് ഇന്ന് ഇവിടെ അതായത് ചേച്ചിക്ക് വേണ്ടിയിട്ട് പാട്ട് പാടിത്തരാൻ ഒരു മിടുക്കി റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഓ സന്തോഷം. ചേച്ചിക്ക് വേണ്ടി പാട്ടുകൾ പാടിത്തരും, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാട്ടുകളൊക്കെ പാടിത്തരും. അപ്പോൾ ഇന്ന് നമ്മുടെ റെഡ് കാർപ്പറ്റിൽ പാട്ടിന്റെ ഒരു വിസ്മയം തീർക്കാനായിട്ട് വരുന്ന മിടുക്കി കുട്ടിയെ സ്വാഗതം ചെയ്യാം. സോ ലെറ്റ്സ് വെൽക്കം ഏഞ്ചൽ മരിയ തോമസ്. അപ്പോൾ നമ്മുടെ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഏഞ്ചലിന്റെ പാട്ടുകൾ കേൾക്കാനാണ് ദാ ചേച്ചിയും ഞാനും ഒക്കെ കാത്തിരിക്കുന്നത്. അതിനുമുമ്പ് ചേച്ചി, നമ്മുടെ ഏഞ്ചൽ ഒരു വൈറൽ സിംഗറാണ്. അതായത് എനിക്ക് തോന്നുന്നു ഒരു വേൾഡ് മ്യൂസിക് ഡേയുടെ അന്ന് 51 പാട്ടുകൾ 6 മണിക്കൂറിൽ ഇങ്ങനെ നിർത്താതെ പാടിയ ഒരു അങ്ങനെ ഒരു മിടുക്കിയാണ്. അതൊരു എളുപ്പമുള്ള കാര്യമല്ല അല്ലേ? ഈ എന്നായിരുന്നു ഇത് സംഭവിച്ചത്? ഇത് 2018 ജൂൺ 21 തീയതി വേൾഡ് മ്യൂസിക് ഡേയുടെ സമയത്തായിരുന്നു. അപ്പൊ അന്ന് എന്താ ഇങ്ങനൊരു സംഭവം ചെയ്യണം എന്ന് തോന്നാൻ, അറ്റംപ്റ്റ് ചെയ്യാൻ എന്താ കാരണം? സത്യം പറഞ്ഞാൽ അതെന്റെ എന്നെ പഠിപ്പിച്ച മാഷിന്റെ ഒരു ആഗ്രഹമായിരുന്നു. ഞാനിങ്ങനെ സമൂഹത്തിൽ അറിയപ്പെടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം. അതിലൂടെയാണ് ഞാൻ പിന്നെ ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. അപ്പോൾ അതിനുവേണ്ടി മാഷിനെ ഞാൻ ഒരുപാട് നന്ദിയോടെ ഞാനിപ്പോൾ ഈ വേദിയിൽ ഓർക്കാണ്. മാഷിന്റെ പേര് സജീവ്. മാഷിപ്പില്ല. ആ പ്രോഗ്രാം കഴിഞ്ഞാൽ പിന്നെ 2 മാസത്തിന് ശേഷം ആള് മരിച്ചു. അങ്ങനെയാണ് ഉണ്ടായത്. അപ്പൊ ആ മാഷിന്റെ ആഗ്രഹങ്ങളെങ്കിലും സാധിച്ചു. അതെ. എത്ര വർഷമായി പാട്ട് പഠിക്കണു? ഞാൻ 9 വർഷമായി പാട്ട് പഠിക്കണു. ഞാൻ ചെറുപ്പം മുതൽ 3 വയസ്സ് തൊട്ട് പാട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ വീട്ടിലെ അമ്മയും പപ്പയും പിന്നെ കസിൻസും ഒക്കെ സപ്പോർട്ടാണ്. പിന്നെ സ്കൂളിലായാലും കോളേജിലായാലും ടീച്ചേഴ്സും എല്ലാവരും സപ്പോർട്ടീവാണ്. ഒരു വലിയ ഭാഗ്യമാണ്. ആൻഡ് ഇപ്പൊ ഒരു സീരിയലിന്റെ ടൈറ്റിൽ സോങ് പാടിയിട്ടുണ്ട് അല്ലേ? സൂര്യ ടിവിയിൽ ഒരു സീരിയലിന്റെ ടൈറ്റിൽ പാടിയിരിക്കുന്ന ഏഞ്ചലാണ്. അതിലേക്ക് എങ്ങനെയാ ഒരു അവസരം വന്നത്? അത് ശരിക്കും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടന്നൊരു സംഭവമാണ്. ഞാൻ ഒരു ആൽബം സോങ്ങിൻ്റെ റെക്കോർഡിങ്ങിലായിരുന്നു. അപ്പോഴാണ് മ്യൂസിക് ഡയറക്ടർ ശ്യാം സാർ എന്നെ അവിടെ വന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ പാട്ട് കേട്ടു. അപ്പോൾ ആൾ പറഞ്ഞു, താൻ എനിക്ക് വേണ്ടി ഒരു പാട്ട് ചെയ്യുമോയെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ബ്ലെസ്ഡ് മൊമെൻ്റ് ആയിരുന്നു അത്. അപ്പോൾ ഒരു ഭാഗ്യം പെട്ടെന്ന് കടന്നു വന്നതുപോലെ അങ്ങനെയാണ് അതിൽ പെട്ടെന്ന് എത്തിയത്. പിന്നെ സ്റ്റേജ് പെർഫോമൻസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു എത്ര സ്റ്റേജ്? 2000 സ്റ്റേജ് ചെയ്തു. അതെ. ഇപ്പം ഏതെങ്കിലും ഒരു സിനിമയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തുടങ്ങിയോ? ഇപ്പം ഞാൻ റീസെന്റ് ഒരു ഫിലിമിന്റെ റെക്കോർഡിംഗ് കഴിഞ്ഞു. ചെമ്പാവ് എന്നാണ് മൂവിയുടെ പേര്. അത് നമ്മുടെ സിദ്ദിഖ് സാറിന്റെ മൂവിയാണ്. അടിപൊളി, നല്ലൊരു തുടക്കം. അതെ. അപ്പൊ സീരിയല്, സിനിമ, പിന്നെ സ്റ്റേജ് പ്രോഗ്രാംസ് എല്ലാം കൊണ്ടും ആ ഒരു കലാരൂപത്തെ അല്ലെങ്കിൽ ഉള്ളിൽ കിട്ടിയിരിക്കുന്ന ആ അനുഗ്രഹം നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിന് വലിയൊരു കയ്യടി. ഇനി അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന വീട്ടിൽ നിന്ന് വന്നിരിക്കുന്ന അവരെ കൂടി നമുക്ക് പരിചയപ്പെടാം. അതിനു മുമ്പ് ചേച്ചിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് ഞാൻ മാമിന് വേണ്ടി ഒരു ലളിതഗാനം ഡെഡിക്കേറ്റ് ചെയ്യാണ്. ആയിക്കോട്ടെ. മഴമേഘവർണ്ണന്റെ മുളം തണ്ടു മൂളുന്നു വൃന്ദാവന സാരംഗ. മഴമേഘവർണ്ണന്റെ മുളം തണ്ടു മൂളുന്നു വൃന്ദാവന സാരംഗ. ഹൃദയം കടമ്പായി പൂക്കുന്ന രാത്രിയിൽ ഞാനൊരു ഗോപികയായി ഇവിടെ വനമാലി. മഴമേഘവർണ്ണന്റെ മുളം തണ്ടുമൂളുന്നു വൃന്ദാവന സാരംഗ. പറ്റിയ ഒരു പാട്ട്. അതെ. അടിപൊളി. അപ്പോ നമുക്ക് മനസ്സിലായി പെർഫോമൻസ് ഏത് ലെവലിലായിരിക്കും മനസ്സിലായി. ഇനി എന്തായാലും നമുക്ക് വീട്ടിലുള്ള അവരെ പരിചയപ്പെടാം. നമസ്കാരം, 2 പേർക്ക് റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ഏഞ്ചലിന്റെ അമ്മ. അമ്മയുടെ പേര് സ്മിത തോമസ്. ചേച്ചി വർക്ക് ചെയ്യാണോ? ഇല്ല, വർക്ക് ചെയ്യുന്നില്ല. മോളുടെ പ്രോഗ്രാമിന് മോളുടെ കൂടെ എപ്പോഴും സപ്പോർട്ടായിട്ട് ഇങ്ങനെ നടക്കും. അപ്പോൾ കുഞ്ഞിലെ മുതൽ ഏഞ്ചലിന്റെ പാട്ടൊക്കെ ഇങ്ങനെ ഒരു വാസന ഉണ്ടെന്നൊക്കെ തിരിച്ചറിഞ്ഞത് അമ്മയാണോ? അതെ.
ആണ്. എങ്ങനെയാണ് ആ ഒരു മൊമെന്റ്? അതായത് ഏതെങ്കിലും ടിവിയിൽ പാട്ട് കണ്ടിട്ട് പാടുകയോ അങ്ങനെ എന്തെങ്കിലും ആണോ? നമ്മൾ ചെറുപ്പത്തില് താരാട്ടുപാട്ട് പാടി ഉറക്കുമ്പോൾ എല്ലാ വരിയുടെയും ഒരു 1.5 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാ വരിയുടെയും 4 ലയൻ പാടി തുടങ്ങി. ശരി. അങ്ങനെയാണ് പാട്ടിന്റെ ആ ഒരു ഇത് മനസ്സിലാക്കിയത്. അതിനുശേഷം പാട്ട് പഠിക്കാൻ വിട്ടു. മോഹൻദാസ് താര സാറിന്റെ അവിടെ കുറച്ച് നാൾ പഠിച്ചു. ഇപ്പോൾ കൊച്ചിൻ ഹീറോസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പഠിത്തത്തിലൊക്കെ മിടിക്കുകയാണോ? പഠിത്തത്തിൽ മിടിക്കുകയാണ്. ആണോ? ഫുള്ള് മാർക്കാണ്. ഫുള്ള് മാർക്കാണ്. അടിപൊളി. സാധാരണ അങ്ങനെ പഠിത്തത്തിൽ അത്രയും മിടുക്കിയായിട്ടുള്ള ആൾക്കാരെ വീട്ടിൽ അവർ പറയും വേണ്ട പാട്ടൊക്കെ പിന്നെ അവിടെ സൈഡിൽ വെച്ചോളൂ. പക്ഷെ അങ്ങനെ ഒരിക്കലും പറഞ്ഞില്ല. പഠിപ്പും പാട്ടും ഒരുപോലെ ചെറുപ്പം മുതലേ ഇപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ +2 നല്ല മാർക്കോടുകൂടി ഫുൾ A+ഓടുകൂടി പാസ്സായി. അടിപൊളി. അങ്ങനെ അപ്പൊ എന്തായാലും അങ്ങനെ നിങ്ങളും ഹാപ്പിയാണ് ഏഞ്ചലിന്റെ ഈ ഒരു യാത്രയിൽ അല്ലേ? ശരി, ഇനി നമുക്ക് അച്ഛനല്ലേ തോമസ് ഏട്ടൻ ഫുൾ സപ്പോർട്ട്. ഫുൾ സപ്പോർട്ടാണ്. ആ കറക്റ്റ് തൃശ്ശൂർ ഭാഷ കേട്ടതിന്റെ ഒരു പറഞ്ഞ പോലെ തന്നെ ഏഞ്ചലിന്റെ ഫുൾ സപ്പോർട്ടാണ്. ചേട്ടൻ പാട്ട് പാടുമായിരുന്നു പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ? ഇല്ല, ഒരു വരി പോലും പാടില്ല. പെൺകുട്ടികളെ വളയ്ക്കാൻ പോലും ഒരു 2 വരി പാടിയിട്ടില്ല. ഇല്ല. എന്തായാലും ഒരുപാട് സന്തോഷം അച്ഛനെ അമ്മയൊക്കെ പരിചയപ്പെടുന്നത്.